എന്റെ മോനവല്ലി, നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? താമസിച്ചെന്നാ ടിക്കറ്റ് കിട്ടത്തില്ല. ഇന്ന് എല്ലാ സിനിമയ്ക്കും നല്ല ഇറക്കാ. അതല്ലെന്നേ, ഇനി സാരി ഉണ്ടല്ലോ, ഞാൻ എത്ര കൊടുത്തിട്ടും അങ്ങ് ശരിയാവുന്നില്ല. എന്താ ഞാൻ ഉടുപ്പിച്ച് തരണോ? അതല്ല, ഈ ഞൊറിയില്ലേ അങ്ങോട്ട് വടി പോലെ നിക്കുന്നില്ല. അത്രേ ഉള്ള കാര്യം, ഇപ്പൊ ശരിയാക്കി തരാം. തേച്ച് വിടണേ. അമ്മ കണ്ടാ പിന്നെ ഇത് മതി. എന്തോ മതിയെന്നാ? ഞാനേ അപ്പുറത്തെ വീട്ടിലെ ശശിയേട്ടനെ വിളിച്ചിട്ടല്ലോ സാരി ഉടുപ്പിക്കുന്നത്, എന്റെ ഭർത്താവിനെ അല്ലേ. അപ്പൊ അതാണ് കാര്യം. അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാ? കോളേജിലേക്ക്. ആഹാ, നിനക്ക് അവിടെ തൂപ്പുകാരിയുടെ ജോലി കിട്ടിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാനേ അവിടെ BA ഫൈനൽ ഇയറിന് പഠിക്കാൻ പോവാ. എന്താ എന്നെ കണ്ട അങ്ങനെ തോന്നില്ലേ? നിന്നെ കണ്ട ഇപ്പൊ ഒരു LKG പഠിക്കുന്ന കുട്ടിയാണെന്നേ തോന്നത്തുള്ളൂ. അത്രയ്ക്കുള്ള ബുദ്ധിയും വിവരമല്ലേ നിനക്കുള്ളൂ. മക്കള് 10ലും 7ലും, അമ്മ LKGയില്. ഒരു സ്കൂൾ ബാഗും കൂടെ എടുത്ത് മുഖത്ത് തൂക്കിയിട്ടോ മോളെ, നല്ല രസമായിരിക്കും. നല്ല രസമായിരിക്കും. ഏതെങ്കിലും വഴിക്ക് ഇറങ്ങി അപ്പം വരും ഉടക്കുമായിട്ട്. തോന്നിയതുപോലെ പോകാനും വരാനും ഇത് സത്രമൊന്നുമല്ല. എവിടെ പോന്നു എനിക്ക് ഇപ്പൊ അറിയണം. പറയടി, എവിടാ പോന്നെ? അങ്ങനെ ഇനി അതിന്റെ പേര് നിന്ന് വിറയ്ക്കണ്ട. ഞങ്ങളെ ഉസ്താദ് ഹോട്ടലിന് പോവാ. അയ്യേ, ഹോട്ടലിൽ പോയി എന്തോ ഈ പഴയ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്? വീട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണം കഴിച്ചാൽ പോരായോ? എന്താ? ഞങ്ങൾ ഉസ്താദ് ഹോട്ടൽ സിനിമയ്ക്ക് പോവാന്നാ പറഞ്ഞേ. ഓ, അങ്ങനെ ഒരു സിനിമയുണ്ടോ? അങ്ങനെ ഒരു സിനിമയുണ്ട്. ഓ, അപ്പൊ സിനിമയ്ക്ക് പോകാനുള്ള പരിപാടിയാ അല്ലയോ? എന്താ, സിനിമയ്ക്ക് പോയ പോലീസ് പിടിക്കോ? ഞാൻ പിടിക്കൂടി. ഇല്ലെങ്കിൽ ഇത്ര രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയണം നിർബന്ധമാണോ? ഉണ്ട്. അതൊന്നും നടക്കത്തില്ല. ഞാനും എന്റെ അർജുനായിട്ടും കൂടി ഇന്നലെ രാത്രി തീരുമാനിച്ച. സോറി, നോട്ടീസ് അടിക്കാൻ സമയം കിട്ടിയില്ല. എന്താ? നോട്ടീസ് അടിക്കാൻ സമയം കിട്ടിയില്ലാന്ന്. അതെന്താ? എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടല്ലേ നീ എന്നോട് പറയുന്നത്? അതെ, തിയേറ്ററിൽ പോയി ഇരുട്ടാണെന്നും പറഞ്ഞ് പേടിച്ച് നിലവിളിക്കുന്ന അമ്മയും കൊണ്ട് ഞാൻ എങ്ങനെ സിനിമയ്ക്ക് പോകും? സിനിമ ട്രെയിനിൽ ലൈറ്റ് ഇട്ടോണ്ട് സിനിമ കാണിച്ചാൽ എന്താ? നിന്നെ പോലെ എല്ലാരും കള്ളികളാ. അതാ അനാവശ്യം പറയരുത്. കഴിച്ചുണ്ടാവേ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ കള്ളി എന്ന് വിളിക്കരുത്. എന്താ വിളിച്ച? ഇത് എന്നെ കള്ളത്തരമല്ലേ? ഒരു വാക്ക് എന്നോട് പറഞ്ഞാ എന്തായിരുന്നു? പറയാൻ മനസ്സില്ല. എന്താ ഓടുന്നേ? ഇവിടെ വാടാ. വാനരൻ ഓടുന്നു. ഇവിടെ വാ. അല്ല, ആരിത്? അമ്മയോ? അമ്മയ്ക്ക് സുഖം തന്നെയല്ലയോ? അല്ല, ഇച്ചിരി കുറവാ. ഒന്നും അറിയാത്ത പോലെ വന്ന് നിൽക്കുന്ന കണ്ടില്ലയോ? എന്താടാ സിനിമയ്ക്ക് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞ? ഞാൻ കൂടെ വലിയ കയറി വരുമെന്ന് വിചാരിച്ചോ? അത് എവള് പറഞ്ഞു അമ്മയോട് പറയണ്ടെന്ന്. എനിക്ക് ഇത് തന്നെ കിട്ടണം. ഒരു പാരയായിട്ടാ നിങ്ങളെന്നെ കാണുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്വന്തം മക്കൾ സിനിമയ്ക്ക് പോവുകയും കല്യാണത്തിന് പോവുകയൊക്കെ ചെയ്യുമ്പോൾ മുടക്കത്തെ ചില അമ്മായിമ്മമാരുണ്ട്. അതുപോലെയാണോ ഞാൻ? കയ്യട. എന്റെ ഭഗവാനെ, എന്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. സോറി. എന്ത് സോറി? എന്റെ അറിവില്ലായ്മ കൊണ്ടാ. അയ്യേ, കല്യാണം കഴിഞ്ഞ് 10-16 വർഷമായിട്ടും സാരി ഇതുവരെ മര്യാദയ്ക്ക് കൊടുക്കാൻ അറിയത്തില്ല. അണ്ട പിന്നെ കുത്തി വെച്ചിരിക്കുന്ന കണ്ടില്ലോ? ഇങ്ങോട്ട് തിരി, ഞാൻ കുത്തിത്തരാം. അയ്യോ, എന്റെ കൈ വിറച്ചപ്പോ അങ്ങോട്ടൊന്ന് കൊണ്ടതാ. ഞാൻ അങ്ങനെ കുത്തുവോ മര്യാദ? എന്റെ ദൈവമേ, പറയുന്നത് കേട്ടില്ലയോ? ഞാൻ കരുതി കൂട്ടി ചെയ്തതാണെന്ന്. ഒരു നല്ല കാര്യം ചെയ്യാൻ പോയാലും അതിനും കുറ്റം. കരുതി കൂട്ടി ചെയ്യൂടാ ഞാൻ അങ്ങനെ. നീ എന്ത് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നേ? എനിക്കറിയാം നീയും അവിടെ പക്ഷത്താ. ഒരു വഴിക്ക് ഇറങ്ങുമ്പോ കണ്ണീരും കണ്ടോണ്ട് പോകുന്നത് ശരിയല്ല. സോറി. ഞാൻ കാരണം ഇനിയിപ്പോ നിങ്ങളുടെ സിനിമയ്ക്ക് പോക്ക് മുടക്കണ്ട, വേഗം ചെല്ല്. അല്ല, അതെ, തിയേറ്ററിനകത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഈ സാരി മേക്കപ്പ് ഒക്കെ എങ്ങനെ കാണും? ഓ, വെറുതെ സമയം കളഞ്ഞു. തിയേറ്ററിന്റെ വെളിയിൽ ലൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ കണ്ടോളും. എന്റെ പേടി അതല്ലമ്മേ, സിനിമാ നടിയാണെന്ന് വിചാരിച്ച ആൾക്കാരെല്ലാം കൂടെ എന്നെ അങ്ങ് പൊതിയോന്നുള്ളതാ. എനിക്ക് എന്നോട് തന്നെ അങ്ങ് അസൂയ വരിക. ഇത്രയും കാലം എന്നോടായിരുന്നല്ലോ അസൂയ, ഇപ്പൊ അത് മാറിയോ? അമ്മയ്ക്ക് എന്റെ അത്രയും സൗന്ദര്യം ഇല്ലല്ലോ എന്ന് ഞാൻ പിന്നീടാ ഓർത്തത്. ആര് പറഞ്ഞു? ചെറുപ്പത്തിലെ എന്നെ കണ്ടാൽ നല്ല സൂര്യൻ ഉദിച്ച പോലെ ഇരിക്കും. കണ്ണാടി നോക്കാറേ ഇല്ല, എങ്ങോട്ട് തിരിഞ്ഞാലും ഗ്ലാമർ. എങ്ങോട്ടാ? രണ്ടാ അപ്പുറത്തെ ദാക്ഷായണി എന്നെ കുറെ നേരമായി വിളിക്കുന്നു. ഞാനിന്ന് പോയേച്ചും വരും. അയ്യോ, നിങ്ങൾ പിന്നെ ലോകത്തിലായോ? അമ്മയല്ലേ ഇന്നലെ പറഞ്ഞ അവരെ വിഷം വെച്ച് കൊല്ലണോന്ന്? നീയല്ലേ പറഞ്ഞേ? അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയല്ലേ? കഴിഞ്ഞ ആഴ്ച സിനിമയ്ക്ക് വിട്ടത് തന്നെ. അതെ, പെട്ടെന്ന് വരണേ, ഞങ്ങക്ക് പോകാനുള്ളതാ. എന്താ? ഏത് കോളേജിലാ പഠിക്കുന്നതെന്ന് എനിക്ക് എന്നോട് ചോദിക്കാൻ തോന്നുന്നു.
സെന്റ് ജോസഫ്സ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുവാന്ന് എനിക്ക് പറയാനും തോന്നുന്നു. അതെ, നിങ്ങളെ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് കുങ്കുമപ്പൂ കഴിക്കാനായിട്ട് നിങ്ങൾ അമ്മയോട് പറയണായിരുന്നു. അതാ നിങ്ങൾ ഇങ്ങനെ കോലം കെട്ടുപോയെ. അമ്മ ഒരുപാട് കുങ്കുമപ്പൂ കഴിച്ചിരുന്നു. അതാ ഞാൻ ഇത്രയും സുന്ദരിയായ. വയറ്റിൽ കിടന്നുകൊണ്ട് അങ്ങനെ പറയുന്നത്? അയ്യോ, ഞാനതങ്ങ് മറന്നു. ഓ, ഇനിയിപ്പോൾ അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് ഇത്തിരി സൗന്ദര്യം കൊണ്ടാൽ ഞാൻ അങ്ങ് സഹിച്ചു. ആ, ഞങ്ങൾ ഇറങ്ങട്ടെ മക്കളെ. ആ മമ്മി സൂക്ഷിച്ചു പോണേ. എന്തേ? അല്ല, മമ്മി ആരെയും തട്ടിക്കൊണ്ടു പോയാലോ എന്ന് ഓർത്തിട്ട്. എന്റെ ഗവേഷണം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. അല്ലാതെങ്കിൽ ഞാനും വന്നതിനെ സിനിമയ്ക്ക്. എനിക്കത് അറിയാവിടാ മോനെ. അല്ലെങ്കിൽ നിന്നെ ഇവിടെ അതിനാരെങ്കിലും ക്ഷണിച്ചോടാ കുട്ടിക്കാട്ടാളാ പോടാ. മക്കൾക്ക് സിനിമ കഴിഞ്ഞേച്ചു വരുമ്പം എന്തൊക്കെയാ വാങ്ങിച്ചോണ്ട് വരേണ്ടത്? 2 സ്വർണ്ണ ബിസ്ക്കറ്റ്. ആ, ബെസ്റ്റ്. 2 ചിക്കൻ ഷവർമ വാങ്ങിച്ചോണ്ട് തരാം. മക്കളെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുന്ന അച്ഛനമ്മമാരെ ആദ്യമായിട്ട് കാണുക. ഈയ കഷ്ടം. അത് അച്ഛമ്മയ്ക്ക് വാങ്ങിക്കൊടു. അധിക പ്രസംഗി. ദേ, ഇവിടെ അമ്മ ഇല്ലാത്തോണ്ട് ഞാൻ പറയാ, ഞാനും നിങ്ങളുടെ അച്ഛമ്മയും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാക്കും, വഴക്കുണ്ടാക്കും. അതിലൊന്നും നിങ്ങൾ ചെറിയ പിള്ളേർ ഇടപെടേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ വാക്ക് ചെത്തുന്ന അഹങ്കാരികൾ. ഇനി നിങ്ങൾക്ക് ഒരു പഴത്തൊരു മേടിച്ചോണ്ട് തരുന്നില്ല. പോയേട്ടാ ഇങ്ങോട്ട്. എന്റെ കണ്ണ, നീ എങ്ങനെയാടാ ഈ പച്ചവെള്ളത്തിൽ നിന്ന് തീ കണ്ടുപിടിക്കുന്നേ? അതിന്റെ ഗവേഷണത്തിലാ ഞാനിപ്പോൾ. വാ നമുക്ക് നോക്കാം. വാ. അയ്യോ, ഇതെന്തുവാ? ചക്ക നീ ഇതുവരെ കണ്ടിട്ടില്ലയോ? ആ, നല്ല ബെസ്റ്റ് കണി. ഇനിയിപ്പോ ഒരു ടിക്കറ്റും കിട്ടത്തില്ല സിനിമയ്ക്ക്. ആ ദാക്ഷായണി ഇത് തരാൻ വേണ്ടിയാ എന്നെ ഇപ്പൊ അങ്ങോട്ട് വിളിച്ചതേ. അവരുടെ അമ്മ അവൻ അങ്ങ് ദരിദ്രപുരത്തുനിന്ന്. എവിടുന്ന്? ദരിദ്രപുരത്ത് അവരുടെ കുടുംബം ഉണ്ടല്ലോ, അവിടുന്ന് 5-6 ചക്ക കൊണ്ടുവന്നു. അതിലൊന്നും നമുക്കും കൂടെ തരാമെന്നും പറഞ്ഞ് വിളിച്ചതായിരുന്നു. അല്ലാതെ ചോദിച്ചു വാങ്ങിച്ചതല്ല. ഛേ, ഞാൻ ആ ടൈപ്പ് ഒന്നും അല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തുവാ നീ പറയുന്നത്? എന്നാ പിന്നെ എന്റെ പൊന്നമ്മ ഇതെല്ലാം കൊത്തി അരിഞ്ഞ് കൂട്ടാൻ വെക്ക. അപ്പോഴേക്കും ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് വരാം. അല്ലേട്ടാ? എന്താ ഞാൻ കൊത്തി അരിഞ്ഞ് കൂട്ടാൻ വെക്കണമെന്നോ? എന്റെ നടുവും കാലും ഒന്നാമത് വയ്യാതിരിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഇനിയിപ്പോ ഇതിട്ട് കൊത്തി അരിഞ്ഞ് വേണമെങ്കിൽ കൊത്തി അരിഞ്ഞ് വൈ. എന്നെ കൊത്തി അരിയാൻ നേരത്തെ ഈ നടുവേദനയൊന്നും ഇല്ലല്ലോ. ഇത് കേട്ടില്ലയോടാ? കേട്ടില്ല. നിന്നെ ഞാൻ കേൾപ്പിച്ചരാവടാ. അമ്മേ, ഞങ്ങൾ സിനിമ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. അത് കഴിഞ്ഞിട്ട് ഈ ചക്ക വെട്ടിക്കീറി നമുക്ക് കൂട്ടാൻ വെക്കാം. എടാ, സിനിമ കണ്ടിട്ട് എങ്ങനെയാ നീ പെട്ടെന്ന് വരുന്നേ? അത് തീരാതെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? ഈ ചക്ക അപ്പോഴത്തേക്ക് പഴുത്തു പോകും. ഇത് ഇട്ടിട്ട് തന്നെ 3-4 ദിവസം ആയതാ. അയ്യോ, സിനിമ കാണുന്ന മാത്രമല്ല, പിന്നെ എന്റെ കൂട്ടുകാരനാ റഫീഖ് ഇല്ലയോ? ഇവിടെ വരുന്ന റഫീഖ്. ആ, റഫീഖിന്റെ ഹോട്ടലിന്റെ ഉദ്ഘാടനം ഇന്നാ. അപ്പൊ അവിടെ ഒന്നും കേറിയില്ല. അവനെന്താ വിചാരിക്കും? ശരിയാ കേട്ടോ. ഇവിടെ വന്ന് എന്നെയും വിളിച്ചിട്ട് പോയതാ പാവം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനും കൂടെ അങ്ങ് വരാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ച് 2ാമത്തെ സിനിമയും കണ്ടിട്ട് ഇനി വരാം. എന്താ എന്നടി വാത ഇളകിയോ നിനക്ക്? ഇപ്പൊ പോകുന്നില്ലേ? എന്തോ മനുഷ്യ ഒലക്ക വിഴിഞ്ഞ പോലെ ഇരിക്കുന്നേ. ചോദിച്ചു കേട്ടില്ലേ? ഇപ്പൊ പോകുന്നില്ലേന്ന്. എനിക്ക് ഫോൺ വരുന്നുണ്ടോന്നൊരു സംശയം. അവിടെ ഇരിക്കേ. ആ സംശയം ഞാൻ തീർത്തു തരാം. അതിനു മുമ്പ് ഈ പ്രശ്നം തീർത്തിട്ട് പോ. അമ്മേ, പഴുത്ത ചക്കയ്ക്കാണോ ടേസ്റ്റ്, പച്ച ചക്കയ്ക്കാണോ? എടാ, രണ്ടിനും 2 ടേസ്റ്റാ. പഴുത്ത ചക്കയ്ക്ക് ഒരു ടേസ്റ്റ്, പച്ചച്ചക്കയ്ക്ക് ഒരു ടേസ്റ്റ്. കൂടുതലും പച്ചച്ചക്കയാ നല്ലത്. പഴുത്ത ചക്കയാ? അല്ല, പച്ചച്ചക്കയ്ക്കാ. ആണ്, പഴുത്ത ചക്കയ്ക്കാ. അത് നിനക്ക് കൂട്ടാൻ വെക്കാൻ അറിയാൻ വയ്യാത്തോണ്ട് പറയുവാ. ആര് പറഞ്ഞു ഈ കൂട്ടാൻ വെക്കാൻ അറിയത്തില്ല? ഞാൻ പറഞ്ഞു. ചക്ക കൊണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കും അറിയോ? ചക്ക അട ഉണ്ടാക്കും, ചക്ക പായസം ഉണ്ടാക്കും, ചക്ക കൊണ്ട് ഞാൻ അവിയൽ വെക്കും. പിന്നെന്തുവാ, ഞാൻ ചക്ക കൊണ്ട് ചമ്മന്തി വരായിരിക്കും. എന്റെ കൈപ്പുണ്യം അമ്മ അനുഭവിച്ചിട്ടുള്ളതല്ലേ? എപ്പോ? അല്ലെങ്കിൽ തിന്ന കാര്യം ആരും ഓർക്കത്തില്ല. അതങ്ങനെ. അർജുനേട്ടാ, ചക്ക ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് സിനിമയ്ക്ക് പോയിട്ട് വരാം. അർജുന, പച്ചച്ചക്ക കൊണ്ട് പുഴുക്കുണ്ടാക്കി കഴിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ഇതിങ്ങോട്ട് എടുത്തോണ്ട് വന്നത്. അത് നീ മനസ്സിലാക്കിക്കോ. പച്ചച്ചക്കയും ടേസ്റ്റാണ്, പഴുത്ത ചക്കയും ടേസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് 2ആയിട്ട് മുറിച്ച് ഒരു കഷ്ണം പുഴുക്കും വെക്കാം, ഒരു കഷ്ണം പഴുപ്പിക്കുകയും ചെയ്യാം. അർജുനേട്ടാ, എഴുന്നേറ്റ് വരുന്നുണ്ടോ? ഇപ്പൊ തന്നെ സമയം വൈകി. അമ്മേ, എന്നാ പിന്നെ നിങ്ങൾ ചെല്ല്. ഞാനൊരു കാര്യം ചെയ്യാം, ഇത് കൊത്തി എറിഞ്ഞ് വല്ല പശുവിനും ഇട്ട് കൊടുക്കാം. ഞാൻ എന്തിനാ ഈ കാലും നടുവും ഒന്നും വയ്യാതെ ഇത് പൊക്കിയെടുത്തോണ്ട് വന്നതെന്ന് അറിയാമോ? എൻ്റെ മോനും മരുമോളും കൊച്ചുമക്കളും ഒക്കെ കൂടെ പുഴുക്ക് വെച്ച് ആശിച്ചിരുന്ന് ഒന്നിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. മനസ്സിലായോ? ചക്ക തിന്നുമ്പോഴെങ്കിലും പഴയ കാര്യം ഓർമ്മ വരുമല്ലോ എന്ന് വിചാരിച്ചു. നിനക്ക് ഓർമ്മയുണ്ടോ എന്തോ, നമ്മുടെ തറവാടിൻ്റെ മുറ്റത്ത് ഒരു വരിക്കപ്ലാവ് ഉണ്ടായിരുന്നു. നിന്റെ അച്ഛൻ ദിവസം അതേ വലിഞ്ഞു കയറി ഓരോ ചക്ക ഇടും. ദിവസം ഒരു നേരമെങ്കിലും അദ്ദേഹത്തിന് ചക്ക കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ലായിരുന്നു. അത് അച്ഛന് വേറെ പണിയില്ലാത്തോണ്ട്. കേസിലാ വക്കീലായിരുന്നില്ലേ? ഓ, എനിക്കാണെങ്കിൽ ചായന്ന് കേട്ടാലേ ഓക്കാനം വരും. അപ്പൊ ചക്കാന്ന് കേട്ടാ നീ എന്തോ കൊടുക്കും? ഛർദിക്കും. എന്നാ പോയി ഛർദിക്കടി. അർജുന,
ഇത് നമുക്ക് കൊത്തിയരിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൂട്ടാൻ വെച്ച് കൊടുക്കണം. ജനിച്ചണക്ക് 2 പ്രാവശ്യമല്ലേ ഒരു ചക്ക കൂട്ടിയിട്ടുള്ളൂ. അതെ. ഇതാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടത്തില്ല. പിന്നെ നിന്റെ ഇഷ്ടം. വേഗം പറഞ്ഞില്ലെങ്കിൽ ഇത് ഞാൻ കൊത്തിയരിഞ്ഞ് ഇപ്പൊ പശുവിന് കൊടുക്കും. എന്ത് പറയുന്നു? നിനക്ക് ചക്കക്കൂട്ടം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാന്നൊരു ധാരണ അമ്മയ്ക്കുണ്ട്. അത് മാറ്റിയെടുക്കാനുള്ള ഒരു നല്ല അവസരമായത്. അതിനെനിക്ക് അറിയില്ലല്ലോ. സാരമില്ലെന്നേ, അതിൻ്റെ ചില കർമ്മങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്താ പറഞ്ഞ? എനിക്കൊരു ഫോൺ വരുന്നുണ്ടോ എന്നൊരു സംശയം. അല്ല, ഛെ, അമ്മയുടെ സാരത്തുമ്പേ കെട്ടിത്തൂക്കി നടക്കുന്ന മകൻ ഛെ, വെറുതെ വേഷം കെട്ടി ഇറങ്ങി. मैं यहाँ हमारे गांव के पानी की समस्या लेकर आया हूँ। हम यहाँ समस्या सुनने बैठे हैं। आपका गांव शायद एमपी में होगा। आपका गांव राजस्थान में होगा। हमारा गांव पगलापुर हिंदुस्तान के नक्शे पे है ही। अरे वाह, क्या पिक्चर है। हीरोइन की एक्टिंग तो कमाल की है। बहुत अच्छा है, बहुत अच्छा है। ആഹാ അമ്മ ഹിന്ദി പഠിച്ചോ? പിന്നെ ഇതൊക്കെ കണ്ട പിന്നെ പഠിക്കാതിരിക്കൂ. എന്നാലേ ഈ ബഹുത്തച്ചയുടെ അർത്ഥം പറ. ഹിന്ദി പഠിച്ചെങ്കിൽ അർത്ഥം പറയാൻ. ശിവാജി ഗണേശൻ. ഏ? ആ, അതാ ഹിന്ദി അറിയാന്നുള്ള ശല്യം ചെയ്യില്ലേ, ശല്യം ചെയ്യില്ലേ. लेकिन ऐसे नहीं, दिमाग लड़ा। എന്നെ തോപ്പിക്കാൻ വേണ്ടി എന്നും മലയാളം ചാനൽ അടികൂടി വെച്ചോണ്ടിരുന്ന ആള് ഇപ്പൊ ഹിന്ദിയെ കാണൂ. എന്തിനാ അമ്മ എന്റെ മുമ്പിൽ ഈ അഭിനയം? എന്താ ഹിന്ദി സിനിമ എന്താ നിന്റെ തറവാട്ട് സ്വത്താ? അതെ, എന്റെ തറവാട്ട് സത്ത. ഈ കോളനിയിലെ ഹിന്ദി അറിയാവുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന ഹിന്ദി കേട്ടോണ്ട് ഒരു മുറി ഹിന്ദി ബഹുത്തച്ചാന്ന് പറഞ്ഞാലേ വലിയ ആളൊന്നും ആവത്തില്ല. അയ്യോ ശല്യം ചെയ്യില്ലേ, ഞാനിതൊന്ന് കണ്ടോട്ടെ. നിങ്ങളുടെ ബഹുത്തച്ച ഞാൻ കാണിച്ചു തരാവേ. അയ്യോ ചാനല് മാറ്റി. എടി ഹിന്ദി സിനിമ ഇട്. സൗകര്യമില്ല. വേണമെങ്കിലേ ഹിന്ദി സിനിമ കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടാൽ മതി. എനിക്കിപ്പോ മലയാളം ചാനൽ ഇടാനേ പറ്റുള്ളൂ. വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇത് കണ്ടാൽ മതി. എന്റെ വീട്, എന്റെ മോൻ വാങ്ങിച്ചു തന്ന TV, എന്റെ കണ്ണ്. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ള പോലെ കാണും. വെക്കട്ടെ. അങ്ങനെ ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള ചാനൽ കാണാനായിട്ട് മോന്റെ അടുത്ത് വേറെ TV മുറിയിൽ മേടിച്ച് വെച്ച് തരാൻ പറ. നിങ്ങളുടെ ചാനൽ മാറ്റാനാ പറഞ്ഞത്. പറ്റത്തില്ല. നീയൊക്കെ ആരടി മനുഷ്യന്മാരായത്? കുട്ടിപ്പോതങ്ങള് അച്ഛനാണ് ഇവിടുത്തെ ഒട്ടുമിക്ക വഴക്കിനും കാരണം. Correct. ഇന്നലെ വരെ മലയാളം ചാനൽ കാണണമെന്ന് പറഞ്ഞിട്ട് ദാ ഇപ്പൊ ഹിന്ദി ചാനൽ കാണണം. എനിക്കിപ്പോ ഹിന്ദി സിനിമ കാണാനാ താല്പര്യം. വെക്കടി ഹിന്ദി. ഒരു കാരണം കിട്ടാണ്ട് കാത്തിരിക്കുവായിരുന്നു. അതെടി കാരണം കിട്ടാൻ വേണ്ടി തന്നെ കാത്തിരിക്കുമായിരുന്നു. എന്താ ഇപ്പൊ കാര്യം? വെക്കടി ഹിന്ദി. പറ്റത്തില്ല. എനിക്ക് ഹിന്ദി സിനിമ കാണണം. ഇല്ല, ഹിന്ദി സിനിമ കാണുന്നത് എങ്ങനെയാ? സിനിമ തീർന്ന്. എന്നാ പിന്നെ ഹിന്ദി പരസ്യം ഈശ്വരാ, ഈ ബഹുത്തച്ചാന്ന് പറഞ്ഞ വാക്കി പഠിച്ചാണല്ലോ എന്റെ തങ്കം. ഈ ബഹുത്തച്ചാന്നുള്ള വാക്കങ്ങ് മറന്നു പോണേ. മറന്നൊന്നും പോകത്തില്ല. വെക്കടി ഹിന്ദി സിനിമ. ഇല്ല, ഞാൻ മലയാളം വെക്കൂല. അടിപൊളി എനിക്ക് ഹിന്ദി കാണണം. വെക്കടി. മസിൽ പിടിക്കരുത്. ആജീവനാന്തം കിടക്കേണ്ടി വരും. ഞാൻ കിടന്നുകൊണ്ട് ഹിന്ദി സിനിമ കണ്ടോളാം. കൊടുവിടെ എനിക്ക് സിനിമ കാണണം. പറ്റില്ല പറ്റില്ല. സമാധാനം ആയല്ലോ കറണ്ട് പോയപ്പം. ഇരുന്ന് കാണും. എനിക്ക് ആ കറണ്ട് മന്ത്രി ഒന്ന് കാണണം. ഇടയ്ക്കിടയ്ക്ക് കട്ടും കറണ്ട് പോക്കലും. ആ എടി, ഇവിടെ കണ്ട് പാമ്പ് വന്നു. പാമ്പ് ഓതുന്ന ശബ്ദം. मैडम ഞാനാ മീറ്റർ റീഡർ. അയ്യേ, വെറുതെ പേടിച്ച്. ആ, നീയായിരുന്നോ? ഇതാ കറണ്ട് ബില്ല്. നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. കറക്റ്റ് സമയത്ത് തന്നെ എത്തിയല്ലേ? അതെ അതെ അതെ. നിങ്ങളുടെ ഏമാൻ ആ കറണ്ട് മന്ത്രി ഇല്ലേ, അദ്ദേഹത്തിനെ പറ്റി ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? തോന്നുമ്പോഴൊക്കെ കറണ്ട് കിട്ടും. ഇവിടെ മനുഷ്യർക്കാർക്കും ജീവിക്കണ്ടേ? അതെ, ആകെ ഇത്തിരി മനസ്സമാധാനം ഈ ജീവി കാണുമ്പോഴാ. അതും ഇല്ലാതാക്കി. അതെ. അതിന് ഞാനെന്ത് പേടിച്ചു മേഡം? അയ്യോ പാവം. പിന്നെ ഞങ്ങളാണോ പേടിച്ചേ? അതെ. മഴ ഇല്ലാത്തതാണ് പ്രശ്നം. ഡാമിൽ വെള്ളമില്ല മേഡം. പിന്നെ എങ്ങനെ കറണ്ട് ഉണ്ടാക്കുക? അയ്യോ മഴയില്ലയോ? എന്തുമാത്രം മഴ പെയ്യുന്നു. എപ്പൊ നോക്കിയാലും ഉരുള് പൊട്ടി ഡാം പൊട്ടിന്നാ കേൾക്കുന്നത്. നിങ്ങക്ക് മാത്രം മഴയില്ലയോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, കടലിൽ നിന്ന് പറയാം വെള്ളം കോരി അതിൽ കൊണ്ടൊഴിക്കും. എന്താ കടലിലെ വെള്ളം ഉപ്പ് വെള്ളമാ? അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യട്ടെ. അല്ലാണ്ടിപ്പോ എന്താ പറയാനാ? എന്തായാലും കൊള്ളാം. കറണ്ട് ബില്ല് അത് കറക്റ്റ് സമയത്തിന് ഇനി വന്നോളൂ.
ഒരു ദിവസം താമസിക്കത്തില്ല. കറക്റ്റ്. അതിന് മാത്രം ഒരു മുടക്കവും ഇല്ല. ബാക്കിയുള്ള സമയം മുഴുവൻ ഓഫീസിലിരുന്ന് ചീട്ട് കളിയും വെള്ളോടി. അത് തന്നെ, അത് തന്നെ. ചന്ദനക്കുഴിയൊക്കെ ഇട്ടിട്ടുണ്ടോ നെറ്റിയില്? ഓ, ഉള്ള ലക്ഷണം. ബില്ല് പിടി മേഡം, എനിക്ക് വേറെ പണിയുണ്ട്. ഉണ്ടോന്ന് നോക്കട്ടെ, എത്ര ഉണ്ടെന്ന് നോക്കട്ടെ ഇനി. എന്താ? അയ്യോ, 2012 രൂപ. നോക്കട്ടെ. അത് വർഷമാ. അതെ, 3/7/2012. ബില്ലിതാ. എന്താ? 2500 രൂപ. 2500? അയ്യോ, എടാ കണ്ണാ, കണ്ണാ കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ. ഈ ബില്ല് കാണിക്കണ്ടായിരുന്നു. അയ്യോ, മമ്മി അച്ഛമ്മയെ കൊന്നോ? പോടാ, കഴുകാക്കടുത്ത് വിളക്കാതെ പോയിട്ട് വെള്ളം എടുത്തോണ്ട് വന്നേ. വെള്ളമൊന്നും വേണ്ട മോളെ, എനിക്ക് ആ കറണ്ട് ബില്ല് കണ്ട എന്റെ തലക്കറക്കമാണ്. പോയോ അയാള്, ആ ലീഡർ, ആര്? ആ കറണ്ട് ലീഡർ? അയ്യോ, ലീഡർ അല്ല, റീഡർ. അയാൾ പോയി. അപ്പൊ അതാണല്ലേ കാര്യം, കറണ്ട് ബില്ല് കണ്ട് ഷോക്ക് അടിച്ചതാണല്ലേ. ഇപ്പൊ കറണ്ടിൽ തൊട്ടാലൊന്നും ഷോക്ക് അടിക്കൂല, ബില്ല് കണ്ടാൽ അപ്പോഴേ ഷോക്ക് അടിക്കൂ. നിങ്ങളെ തൊട്ടാലും ഷോക്ക് അടിക്കും. രണ്ടിനെ മൂക്കി കൂടെ കറണ്ട് വലിക്കാം. അതെന്ത് പണി? വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നോ? അല്ലടി, നിന്റെയൊക്കെ മുമ്പിൽ തൈരടിച്ച് വിളക്ക് കത്തിക്കാം. പോയടി കുട്ടി ഭൂതങ്ങള്. എന്റെ അമ്മ, ഇതുങ്ങളോടൊക്കെ സംസാരിക്കാൻ നിന്നല്ലേ നമ്മുടെ തല ചൂടാകും. നമുക്ക് ഓണത്തിനുള്ള പരിപാടികൾ നോക്കാം. ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കും, നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. വാ. വാ. ആരെയും കൊണ്ട് ഇപ്പോഴവരൊന്ന് ആ മീറ്റർ റീഡർ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ആ റിമോട്ട് വെച്ച് അവർ യുദ്ധം ചെയ്തോണ്ടിരുന്നത്. അത് ശരിയാ. മക്കളെ, ഇതെങ്ങനെയുണ്ട്? ഓ, ഡാഡി വന്നോ? ഇന്ന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. ഓണമാ വരുന്നത്. എൻ്റെ പൊന്നു മക്കൾ പാര വെക്കരുത്. ഒരച്ഛനും മക്കളോട് ഇങ്ങനെ കെഞ്ചി കാണത്തില്ല. അപ്പൊ എല്ലാ കുറ്റവും എന്റെ തലയില്. കുറ്റം എൻ്റേതാണ് മക്കളെ. പിറക്കാൻ പോകുന്നവരുടെ ജാതകം മുൻകൂട്ടി തയ്യാറാക്കുന്ന വിദ്യ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അത് ശരി. വാടാ കണ്ണാ, ഡാഡി നമ്മള് ചീത്തയാന്നാ പറയുന്നത്. അയ്യോ, മക്കൾ അപ്പോഴത്തേക്ക് പിണങ്ങിയോ? എൻ്റെ പുന്നാര മക്കളല്ലയോ. അച്ഛൻ എന്തൊക്കെയാ ഉണ്ടോന്ന് നോക്കിക്കേ. ഓണക്കോടി റോഡ് സൈഡിൽ നിന്ന് മേടിച്ചായിരിക്കും. ആർക്ക് വേണം ഇത്? അയ്യേ, കൊല്ലി. ഏതായാലും വാങ്ങിച്ചതല്ലേ, തന്നേക്ക്. വാടാ, വാങ്ങിച്ചോ. ഇത് നിനക്ക്, ഇത് നിനക്ക്. അതീ ലേസ് ഉണ്ട്. കൊണ്ടുപോയി തിന്നു. കുറച്ചു നേരം കണ്ട് മിണ്ടാതിരിക്കുമല്ലോ. ഈ ഏരിയയിൽ എങ്ങും കണ്ടുപോരുത്. ചെല്ലേ. ഇനിയാണ് സൂക്ഷിക്കേണ്ടത്. ആദ്യം ആരുടെ പേര് വിളിച്ചാലും പ്രശ്നം, ആദ്യം ആർക്ക് കൊടുത്താലും പ്രശ്നം. ഓണം കുളമാവും. എന്തായിരുന്നു ഓളിയിടുന്നേ? ചെറിയ ഊളന്മാരെ പോലെ. ചുമ്മാ പിടിച്ചേ. ഓണക്കോടിയാ. പിടിക്കമ്മേ. മേടിച്ചോ? മക്കൾക്കൊന്നും വാങ്ങിയില്ലേ? പിന്നില്ലേ, അവര് മേളോട്ട് കൊണ്ടുപോയി. ഞാനും നോക്കട്ടെ. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ. കൊള്ളാല്ലേ അമ്മേ? നന്നായിട്ടുണ്ട്. എന്തായാലും അവനൊരു സാരി വാങ്ങിക്കാനൊക്കെ പഠിച്ചു. സത്യം പറഞ്ഞോണ്ടല്ലോ അമ്മ, ഇതുപോലത്തെ ഒരു സാരി ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു. അതാ മോളെ മനപ്പുറത്വം എന്ന് പറയുന്നത്. നമുക്കേ ഈ സാരി കൊടുത്ത് ഓണാഘോഷത്തിന് പോണം. പോവാം പോവാം. നീ പൂക്കള മത്സരത്തിൽ നേർന്നിട്ടില്ലയോ? കഴിഞ്ഞ പ്രാവശ്യം കിട്ടാതെ പോയ സമ്മാനം നമുക്ക് ഇപ്രാവശ്യം അടിച്ചെടുക്കണം. പ്രാവശ്യം എന്തായാലും കിട്ടും. ഈ സാരി എടുത്തിട്ട് പോയാൽ തീർച്ചയായിട്ടും കിട്ടും. നോക്കട്ടെ എന്തൊരു മിനുക്കുമണി. അതേലുണ്ടടി. ആശ്വാസമായി. ഞാൻ പറഞ്ഞില്ലയോ മുമ്പേ, ഇങ്ങനെ ഒരു ഓണക്കാലം ഞാൻ പെണ്ണ് കെട്ടിയതിന് ശേഷം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. നന്നായിരിക്കുന്നു. ഞങ്ങൾക്ക് ചീപ്പ് സാധനവും അമ്മയ്ക്കും ഭാര്യയ്ക്കും കസവ് സാരി. ഡാഡി കൊള്ളാം. ഞാനിത് നോക്കി നിന്നും വെച്ച് ഇത് അടുത്തൊന്നും പോകത്തില്ല. വെന്നുമ്പോ നോക്കിയോ? അതെ, അച്ചമ്മയുടെ സാരി നോക്കുന്നുണ്ട്. അയ്യോ, ഇതിന് 600 രൂപ. ഇതിന് 650 രൂപ. അയ്യേ, ഡാഡിക്ക് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടല്ലേ മമ്മിക്ക് 650 സാരി മേടിച്ചത്. അയ്യേ, അച്ചമ്മയ്ക്ക് 600 രൂപയുടെ സാധനം. കഷ്ടം കഷ്ടം കഷ്ടം. സ്വന്തം ഭാര്യ എപ്പോഴും സ്വന്തം ഭാര്യ. എന്തിനാ പിടിക്കുന്നേ? എനിക്ക് വേണ്ട നിന്റെ ഈ കുണാപ്പ്. ഒരു 50 രൂപ
കൂടുതലാണ് അമ്മ ഇങ്ങനെ ചൂടാവുന്നേ? 50 രൂപ കൂടിയതിലല്ല. എടാ ഇവിടെ നീ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോടാ. ഇങ്ങനെ ചെയ്താൽ എന്താ? ഈ രണ്ട് ഭർത്താവല്ലേ? മാത്രമല്ല കേരള സാരി ആകുമ്പോ കസവ് കൂടുന്നതനുസരിച്ച് എന്റെ വില കൂടും അമ്മേ. ഇതിനെന്താ കസവല്ലേ ഇത്? നോക്ക്, ഒന്നാന്തര കസവായതായാലും. അമ്മേ, എന്താ അവളുടെ സാരിക്ക് 600 രൂപ വിലയുള്ളു. അത് വെറുതെ എന്നാലും എന്റെ കൃഷ്ണൻ വക്കീൽ പോയതിന് ശേഷം നല്ലൊരു ഓണക്കോടി കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അമ്മ എന്താ ഇത്? 50 രൂപയല്ലേ പ്രശ്നം? എന്നാ പിടിക്കേ. ദേ ഇപ്പൊ രണ്ടുപേരുടെ സാരിക്ക് 650 സമാസമം. എനിക്കങ്ങ് വേണ്ട നിന്റെ കാശ്. അല്ലെങ്കിൽ ഈ ഓണത്തിനിറങ്ങുന്ന സാരിയൊക്കെ വെള്ളം കണ്ടാ കളർ പോകും. എനിക്കങ്ങ് വേണ്ട, നീ തന്നെ വെച്ചോ. ഇതിന് പറയുന്നതാ കിട്ടാത്ത മുന്തിരി പുളിക്കും. എനിക്ക് 2 സാരി. എങ്ങനെ പോയാലും നടു റോഡിലാണല്ലോ എന്റെ ജീവിതം ഭഗവാനെ. 50 രൂപയെങ്കിൽ 50 രൂപ. അത്രയും സ്നേഹം കൂടുതലുണ്ടല്ലോ എൻ്റെ അടുത്ത്. താങ്ക്സ് അർജുനേട്ടാ. ഈ ഓണവും കുളവായി. കഴിഞ്ഞ ജന്മത്തിൽ ഏതോ മഹാഭവൻ ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്.